ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഡയറി ഫാം ഇൻസ്ട്രക്ടർ PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, അതുപോലെ ഡയറി സയൻസ് ഇത്രയും സബ്ജക്റ്റുകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ സിലബസ് അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. പല ഉദ്യോഗാർത്ഥികളും മാത്സിനെ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ പല PSC പരീക്ഷകളുടെ സ്വഭാവം ഒന്ന് പരിശോധിച്ചാൽ മാത്തമാറ്റിക്സ് എന്നത് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താ, ഇവിടെ നമ്മുടെ ഉത്തരങ്ങൾ ഒന്നും തന്നെ അഭിപ്രായത്തെ ആശ്രയിച്ചിട്ടല്ല, കൃത്യമായ ലോജിക്കും കണക്കുകൂട്ടലുകളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ചില ഫോർമുലാസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഫോർമുലാസ് ആയിരിക്കും, അത് പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ശരിയായ രീതിയിൽ തയ്യാറെടുത്താൽ വളരെ നല്ല മാർക്ക് നിങ്ങൾക്ക് മാത്സിൽ നിന്ന് നേടാനായിട്ട് സാധിക്കും. മാത്സിൽ നിന്ന് തന്നെയല്ല, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു മാർക്കോട് കൂടി നിങ്ങൾക്ക് എക്സാം പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സിലബസ് പഠിക്കുന്നത് മാത്രമല്ല നമ്മുടെ പരീക്ഷ തയ്യാറെടുപ്പ് അല്ലേ, PSC ചോദിക്കുന്ന രീതിയും അതുപോലെ മുൻവർഷ ചോദ്യങ്ങളുടെ ട്രെൻഡും ആവർത്തിച്ച് ചോദിക്കുന്ന കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ പഠിക്കണം, അതുപോലെ ഏതൊക്കെ ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ജസ്റ്റ് വെറുതെ ഫോർമുലേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, കറക്റ്റായിട്ട് നമ്മൾ ഓരോ കൺസെപ്റ്റും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഫോർമുലാസും പഠിക്കണം, അതുപോലെ തന്നെ കൺസെപ്റ്റ് പഠിക്കണം. ഈ സംഭവം എവിടെയാണ്, ഈ ഫോർമുല എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് അനാലിസിസിലേക്ക് കിടക്കാം. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്: സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, സീക്വൻസ് ആൻഡ് സീരീസ്, ഡിഫറൻസിയേഷൻ, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, പ്രോബബിലിറ്റി, ബൈനോമിയൽ തിയറം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്കിവിടെ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ടെക്സ്റ്റും നോക്കേണ്ട കാര്യമില്ല. ആകെ നമ്മുടെ NCERT +1ൻ്റെയും +2ൻ്റെയും NCERT ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം റെഫർ ചെയ്താൽ മതി. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരു MCQ ലെവലിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്സ് എന്നും എത്ര ക്വസ്റ്റ്യൻസ് ഓരോ ഏരിയയിൽ നിന്ന് ചോദിക്കും, എത്ര മാർക്കാണ് ഉള്ളതെന്ന് ആദ്യം വന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ഇവിടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സെറ്റ്സ്. നമ്മൾ +1 മാത്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉള്ള കാര്യമാണ് എന്ത്, സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. സെറ്റ് എന്താണ് സെറ്റ് എന്ന് നമ്മൾ പഠിക്കും, അതുപോലെ തന്നെ ഏതൊക്കെ ഫോംസ് ഉണ്ടെന്ന് പഠിക്കും അല്ലേ. അപ്പോൾ സെറ്റ്സ് അതാണ് ഫസ്റ്റ് ടോപ്പിക്ക്. അതിൽ കവർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ് ആൻഡ് ഡിഫറൻസസ് ഓഫ് സെറ്റ്സ്. ഇത്രയാണ് അതിൽ വരുന്നത്. ഈ സെറ്റ് എന്ന് പറയുന്ന ഈ ഏരിയയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 4 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത മൊഡ്യൂള് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ്. അതിനകത്ത് പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ്, ഡിഫറെൻറ്റ് ഒബ്ജക്ട് ടേക്കൺ r at a ടൈം, അതുപോലെ കോമ്പിനേഷൻ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട് ടേക്കൺ r at a ടൈം. അപ്പോൾ ഈ സംഭവം പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ആണ് അടുത്ത മൊഡ്യൂള്. ഈ ഒരു ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പെർമ്യൂട്ടേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കോമ്പിനേഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ 2 മാർക്ക്. അടുത്തത് ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. അപ്പോൾ അതിൽ വരുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ്, ടാൻജൻറ്റ് ആൻഡ് നോർമൽസ്, ഡിക്രീസിങ് ആൻഡ് ഇൻക്രീസിങ് ഫംഗ്ഷൻസ്. ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, 3 മാർക്കായിരിക്കും വരുന്നത്. അടുത്ത പ്രോബബിലിറ്റി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോബബിലിറ്റിയിൽ നിന്ന് വരിക, 1 മാർക്കാണ് വരുന്നത്. അടുത്താണ് ബൈനോമിയൽ തിയറം, ജനറൽ ആൻഡ് മിഡിൽ ടേംസ് ഓഫ് ദി എക്സ്പാൻഷൻ a+b⁴n. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, 2 മാർക്ക്. ഇനി അടുത്തത് സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. nth ടേമും സം ഓഫ് nth ടേംസ് ഓഫ് എ GP, നമ്പർ ഓഫ് ടേംസ് ഓഫ് GP. ഓക്കെ, ഇതാണ് കൊടുത്തേക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 3 മാർക്കാണ്. അടുത്ത റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിനകത്ത് ഇൻവേഴ്സ് ഓഫ് ദി ഫംഗ്ഷൻ, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, 2 മാർക്കാണ് വരുന്നത്. ആറാമത്തേതല്ല കേട്ടോ, ഇവിടെ നമ്പറിലൊന്നും മാറ്റമുണ്ട്, 8ാമത്തേതാണ്. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, അഡ്ജോയിൻസ്, ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണ് 8ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുക, ടോട്ടൽ 3 മാർക്ക്. ഓക്കെ, അപ്പോൾ ഓരോ 8 മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് കാണാം. 8 മൊഡ്യൂൾസിലും ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് നമ്മുടെ സെറ്റിൽ നിന്നാണ്, 4 മാർക്ക്. പിന്നെ വരുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി, സീക്വൻസ് ആൻഡ് സീരീസ്,
അതുപോലെ മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻസ്. ഇത് ജസ്റ്റ് ഒരു കണക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിന് വേരിയേഷൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മാത്സിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൻ്റെ ഏരിയയിൽ നിന്നും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഏരിയയും ഒന്ന് നോക്കാം. ആദ്യത്തെ മൊഡ്യൂൾ 1 സെറ്റാണ് നമ്മൾ +1 പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് സെറ്റ്? നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ആക്ച്വലി ആ സാധനം എന്താണെന്ന് അറിയണം അല്ലേ? അപ്പോൾ സെറ്റ് എന്താണ്, സെറ്റിൻ്റെ ഡെഫിനേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. എങ്ങനെയൊക്കെയാണ് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി അതുപോലെ ടൈപ്സ് ഓഫ് സെറ്റ്സിൽ വരുന്നതാണ് എം ടി സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്, ഈക്വൽ സെറ്റ്. പിന്നെ സെറ്റ്സ് പഠിക്കുമ്പോൾ അടുത്ത് നമ്മൾ പഠിക്കുന്ന സബ്സെറ്റ്സ്, പ്രോപ്പർ സബ്സെറ്റ്സ്, ഇംപ്രോപ്പർ സബ്സെറ്റ്, പിന്നെ യൂണിവേഴ്സൽ സെറ്റ്സ്, പവർ സെറ്റ്, അതുപോലെ വെൻ ഡയഗ്രാംസ് വരുന്നുണ്ട്. പിന്നെ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്, ഇതാണ് മെയിനായിട്ടും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് സെറ്റ്സ് ഒക്കെ ഇവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സിൽ വരുന്നത് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് ലോ ഓഫ് ഓൾജിബ്ര ഓഫ് സെറ്റ്സ്, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഡി മോർഗൻസ് ലോ, ഇത്രയും ലോസും അറിഞ്ഞിരിക്കണം. അപ്പോൾ സെറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് അറിയുക. അതുപോലെ തന്നെ എത്ര ടൈപ്സ് ഓഫ് സെറ്റ്സുകൾ നോക്കുക, പവർ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് നോക്കുക, എങ്ങനെയാണ് വെൻ ഡയഗ്രാമത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് പഠിക്കും. പിന്നെ ലോ ഓഫ് ഓൾജിബ്ര ഓഫ് സെറ്റ്സ്. അടുത്തത് മൊഡ്യൂൾ 2 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ്. +1 നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പഠിക്കുന്നത്. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്, ഒബ്ജക്ട്സുകളുടെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടേഷനിൽ നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ഫാക്ടോറിയൽ നൊട്ടേഷൻസ്, പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്, പെർമ്യൂട്ടേഷൻ വെൻ ഓൾ ഒബ്ജക്ട്സ് ആർ ടേക്കൺ, പെർമ്യൂട്ടേഷൻ വെൻ r ഒബ്ജക്ട്സ് ആർ ടേക്കൺ, അതുപോലെ തന്നെ സർക്കുലർ പെർമ്യൂട്ടേഷൻസ്. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. NPR ദാറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n-1 ഫാക്ടോറിയൽ. ഇതാണ് പെർമ്യൂട്ടേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല. അതായത് n ഒബ്ജക്ട്സിൽ നിന്ന് നമ്മൾ r ഒബ്ജക്ട്സിന് എടുക്കുമ്പോഴുള്ള പെർമ്യൂട്ടേഷൻ എന്താണ് എന്നാണ് ഈ ഫോർമുലയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് പറയുന്ന ടൈമിൽ, അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, നമ്പർ ഫോർമേഷൻ, ഈ ഒരു ടൈമിലാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് കോമ്പിനേഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സിൻ്റെ സെലക്ഷൻ ആണ് എന്ത് കോമ്പിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും കവർ ചെയ്യാനുള്ളത് ഉള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമ്മളിവിടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, കോമ്പിനേഷൻ ഫോർമുല, റിലേഷൻസ് ബിറ്റ്വീൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. പിന്നെ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർമുല NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ. അതാണ് കോമ്പിനേഷൻ്റെ ഫോർമുല വരുന്നത്. ഈ NPRും അതായത് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. NPR ഈക്വൽ ടു NCR ഇൻറ്റു r ഫാക്ടോറിയൽ. അതാണ് അവരുടെ തമ്മിലുള്ള റിലേഷൻ. ഇപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഒരു കമ്മിറ്റി സെലക്ഷൻ അല്ലെങ്കിൽ ഒരു ടീം ഫോർമേഷൻ, ഒരു ഒബ്ജക്റ്റുകളൊക്കെ ചൂസ് ചെയ്യുന്ന കേസ് വരുമ്പോഴാണ് കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റും കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെലക്ഷൻ ആണ്. ആ കാര്യം ഓർക്കുക കേട്ടോ. ഇനി അടുത്തത് മൊഡ്യൂൾ 3യിൽ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. +2 വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടിന്യൂറ്റിയുടെ കാര്യങ്ങൾ നോക്കാം. കണ്ടിന്യൂറ്റിയിൽ ലിമിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്, എന്താണ് ലിമിറ്റ് എന്നുള്ളത്, എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുക, അത് സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂറ്റി, ഒരു പോയിന്റിലുള്ള കണ്ടിന്യൂറ്റി ഓവർ ആൻ ഇൻറ്റഗ്രൽ, അതുപോലെ തന്നെ ആൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രോബ്ലം ചോദിക്കുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റിയിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആദ്യം പഠിക്കണം. ഓക്കെ, പിന്നെ എപ്പോഴാണ് ഒരു ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുക, പിന്നെ ചെയിൻ റൂള്, പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ഇത്രയൊക്കെയാണ്
നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റിയിൽ വരുന്നത്. അടുത്തത് ടാൻജൻസ് ആൻഡ് നോർമൽസ്. ടാൻജൻസ് ആൻഡ് നോർമൽസിൽ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, നോർമലിൻ്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ടാൻജൻസ് ആൻഡ് നോർമലിൽ വരുന്നത്. അതിൻ്റെ ഫോർമുലയാണ് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഈ m എന്ന് പറയുന്നത് സ്ലോപ്പ്, x1 y1 എന്ന് പറയുന്നത് കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ x1 y1 എന്ന് പറയുന്ന പോയിന്റിൽ m സ്ലോപ്പിലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സ്ലോപ്പും ഒരു പോയിന്റും തന്നു കഴിഞ്ഞാൽ ടാൻജൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഫോർമുലയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ നോർമൽ അതിൻ്റെ ഇക്വേഷൻ mn ഈക്വൽ ടു മൈനസ് 1/n, അതാണ് 1/m, അതാണ് നോർമലിൻ്റെ ഇക്വേഷൻ. ജസ്റ്റ് ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്തത് ഡിക്രീസിങ് ആൻഡ് ഇൻക്രീസിങ് ഫങ്ഷൻസ് ആണ്. അത് നമുക്ക് പല ടെസ്റ്റുകളുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പഠിക്കാം. മോണോട്ടോണിസിറ്റി, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ മാക്സിമ ആൻഡ് മിനിമ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കവർ ചെയ്യാനുള്ളത്. അടുത്തത് മൊഡ്യൂൾ 4 പ്രോബബിലിറ്റി ആണ്. പ്ലസ് ടുവിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 മാർക്കിനുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ട് നമുക്കിവിടെ പഠിക്കാനില്ല. ഇത്രയും ടോപ്പിക്കുകൾ വരുന്നുണ്ട്. കണ്ടീഷണൽ പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്താണ്, ടോട്ടൽ പ്രോബബിലിറ്റി, ബേസ് തിയറം, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫോർമുല, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്, 2 ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവരുടെ പ്രോബബിലിറ്റി ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ അതിൻ്റെ ഇപ്പോൾ ഡൈ ത്രോ ചെയ്യുന്നത്, അതുപോലെ തന്നെ കാർഡ്സ് നമ്മൾ കളിക്കില്ലേ, അതുപോലെ കോയിൻസ്, റിയൽ ലൈഫ് പ്രോബബിലിറ്റി പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. അടുത്തത് ബൈനോമിയൽ തിയറം, പ്ലസ് 1 പഠിക്കാനുള്ളതാണ്. അപ്പോൾ ബൈനോമിയൽ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ a+b⁴ എക്സ്പാൻഷൻ, അതിൻ്റെ മിഡിൽ ടേം, ജനറൽ ടേം, ബൈനോമിയൽ കോഎഫിഷ്യൻസ്, ഇത്രയാണ് നമുക്കിവിടെ കവർ ചെയ്യാനുള്ളത്. ജനറൽ ടേം r+1 എന്ന് പറയുന്നത് NCR a⁻n−r b⁻r ആണ്. അതിൻ്റെ ജനറൽ ടേം എന്ന് പറയുന്നത് മിഡിൽ ടേം, 1 മിഡിൽ ടേം ഇഫ് n is even. n ഈവൻ ആവുന്ന കേസിനകത്ത് 1 മിഡിൽ ടേമും 2 മിഡിൽ ടേം ഉണ്ടായിരിക്കും. n ഓടാവുന്ന കേസിനകത്ത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, ഈ മിഡിൽ ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് മൊഡ്യൂൾ 6 സീക്വൻസ് ആൻഡ് സീരീസ്. അതിനകത്ത് അരിത്തമെറ്റിക് സീക്വൻസും ജോമെട്രി സീക്വൻസുകളാണുള്ളത്. അതിൻ്റെ nth ടേം, സം ഓഫ് nth ടേംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഫോർമുലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. nth ടേമിൻ്റെ ഫോർമുല a+n−1 × d. സം ഓഫ് n ടേംസിൻ്റെ ഫോർമുല n/2 2a + n−1 × d ആണ്. പിന്നെ ജോമെട്രിക് പ്രോഗ്രഷൻ, അതുപോലെ തന്നെ nth ടേം, സം ഓഫ് n ടേംസ്, നമ്പർ ഓഫ് ടേംസ്, ഇതൊക്കെ അതിൻ്റെ ഫോർമുലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോപ്പുലേഷൻ ഗ്രോത്തും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പാറ്റേൺ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അടുത്തതാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. പ്ലസ് 1 പ്ലസ് 2 വരുന്നുണ്ട്. അപ്പോൾ ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നമുക്ക് റിലേഷൻസ് എന്താണെന്ന് അറിയണം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ഓർഡേർഡ് പെയേഴ്സ്, ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് റിലേഷൻസിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ ഡൊമൈനും റേഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ, റേഞ്ചൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫങ്ഷൻസിൽ മെയിനായിട്ട് നമുക്ക് കവർ ചെയ്യേണ്ടത് ഡെഫിനീഷൻ, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, 1 on to many one ഫങ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഫോർമുലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻവേഴ്സ് ഫങ്ഷൻസ് എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എപ്പോഴാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ വരുന്നത്. മൊഡ്യൂൾ 8 മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻസ്, പ്ലസ് 2 വരുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ഈ സിലബസിൽ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 8 ആണ്. ഓക്കെ, അപ്പോൾ മെട്രീസസ്, അതിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ് ഡെഫിനിഷൻ, ഓർഡർ, ടൈപ്പ് ഓഫ് മെട്രീസസ്, ഇക്വാളിറ്റി, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ട്രാൻസ്പോസ്, പിന്നെ കുറച്ച് നെയിംഡ് ആയിട്ടുള്ള മെട്രീസസ് ഉണ്ട്. സിമെട്രി മെട്രിക്സ്, സ്ക്യൂ സിമെട്രി മെട്രിക്സ്, ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഡിറ്റർമിനൻറ്റ് ഓഫ് ഓർഡർ 2 and 3, അതിൻ്റെ പ്രോപ്പർട്ടീസ്, മൈനസ് എങ്ങനെയാണ്, കോഫാക്ടർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കേണ്ടത്, ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് മൊഡ്യൂൾ 8. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ,
ഇപ്പോൾ MCQ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുക. NCERT +1 +2 ടെക്സ്റ്റുകൾ പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യം നമുക്ക് വേണ്ട. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഫസ്റ്റ് ഒരു ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. കുറച്ച് ടൈമിൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ കണ്ടോ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? അപ്പോൾ എത്ര സിമ്പിളാണ് നമ്മുടെ സിലബസ് എന്ന്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് A and B are 2 സെറ്റ് സച്ച് ദാറ്റ് n of A is equal to 3, n of B is equal to 4. അങ്ങനെയാണെങ്കിൽ A ക്രോസ് Bയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആൻഡ് വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് log 3? log 3 എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്താ? 0 ഉണ്ടോ? വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി ഇതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട്. അതുപോലെ തന്നെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലം ഉണ്ട്, അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലം, എഗെയിൻ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലം, പിന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ടോ. ഫാക്ടോറിയൽസിന് എത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിക്കേ. 3 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്താ? 1 × 2 × 3 അല്ലേ? 2 ഫാക്ടോറിയൽ നിന്ന് എന്താണ്? 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 × 2. സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ കോയിൻ ടോസ് ചെയ്യുന്നൊരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർമുട്ടേഷൻസിലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാത്തമാറ്റിക്സ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ടെക്സ്റ്റുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. NCERT ആൻഡ് NCERT ടെക്സ്റ്റ് ബുക്ക് +1ൻ്റെയും +2ൻ്റെയും ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ MCQ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് RS അഗർവാളിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സിലബസ് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.